പണം റിലീസ് ചെയ്യണം, ലെബനനിൽ വെടിനിർത്തൽ വേണം. യുഎസിന് മുന്നിൽ നിബന്ധനകൾ വെച്ച് ഇറാൻ. ഇറാൻ ആണവക്കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാസ് രംഗത്തെത്തി. കരാറിന്റെ വ്യവസ്ഥകൾ ട്രംപ് സ്വന്തം താൽപര്യപ്രകാരം വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കലർന്നതാണെന്നും ഇറാനിലെ വിശ്വസനീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്ക് യാതൊരു നിബന്ധനകളുമില്ലാതെ സൗജന്യമായി തുറന്നുകൊടുക്കാമെന്നോ ഇറാന്റെ ആണവ സാമഗ്രികൾ പൂർണ്ണമായി നശിപ്പിക്കാമെന്നോ രാജ്യം സമ്മതിച്ചിട്ടില്ലെന്നും അത്തരം വ്യവസ്ഥകൾ കരാറിന്റെ യഥാർത്ഥ ടെക്സ്റ്റിൽ എവിടെയുമില്ലെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇനിയും മുന്നോട്ടു പോകണമെങ്കിൽ കടുത്ത നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അമേരിക്ക നിലവിൽ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന $12 ബില്യൺ ഇറാനിയൻ ആസ്തികൾ ഉടനടി വിട്ടുനൽകണമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തുക ലഭ്യമാകാതെ അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് കടക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. കൂടാതെ ലെബനനിൽ ഹിസ്ബുള്ള മുന്നോട്ടുവെക്കുന്ന നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഇറാൻ യുഎസിനോട് ആവശ്യപ്പെടുന്നു. കരാറിന്മേൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള അന്തിമ അനുമതി ഇനിയും ലഭിക്കാനിരിക്കെ ട്രംപ് തിടുക്കപ്പെട്ട് വിജയപ്രഖ്യാപനം നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഔദ്യോഗികമായി ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ തനിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങിയെന്ന് വരുത്തിത്തീർക്കാനുള്ള ട്രംപിന്റെ തന്ത്രപരമായ നീക്കമാണിത്. മേഖലയിലെ സമാധാന ചർച്ചകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ വെറുമൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക പക്ഷം വ്യക്തമാക്കുന്നത്.